ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കാൻസർ ബാധിതനായ 4ാം ക്ലാസ്സുകാരൻ ദൈവിക്കിനെ വിധിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത സുമനസ്സുമായി ചൊക്ലി ഉപജില്ലാ അക്കാദമിക് കൗൺസിൽ രംഗത്ത് വന്നപ്പോൾ അത് നാടിന് തന്നെ മാതൃകയായി. തങ്ങൾ സ്വരൂപിച്ച 18,57,552 രൂപ സാരഥികൾ നിയമസഭാ സ്പീക്കർ എൻ ഷംസീറിന് കഴിഞ്ഞ ദിവസം കൈമാറുകയും ചെയ്തു. ചൊക്ലി ഉപജില്ലാ പരിധിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിൽ കൈകോർത്തപ്പോൾ മരവിക്കാതെ മനുഷ്യത്വം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അപൂർവ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പന്നിന്നൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ്സുകാരൻ ദൈവിക്കിനായാണ് ചൊക്ലി ഉപജില്ലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ അക്കാദമിക് കൗൺസിൽ കൈകോർത്തത്. 18,57,552 രൂപയാണ് ചൊക്ലി ഉപജില്ല കണ്ടെത്തിയത്. ദൈവിക് ചികിത്സാ കമ്മിറ്റി രക്ഷാധികാരി കൂടിയാണ് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. ദൈവിക് ചികിത്സാ കമ്മിറ്റി രൂപീകരണ വേളയിൽ എല്ലാവരും സഹകരിച്ച് നാടിന്റെ നന്മ ഉയർത്തിപ്പിടിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചത് നാട് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. 1,50,00,000 രൂപയാണ് ദൈവിക്കിന്റെ ചികിത്സയ്ക്കായി ആവശ്യമുള്ളത്. നിലവിൽ MVR ആശുപത്രിയിൽ ചികിത്സയിലാണ് ദൈവിക്. ഇതിനായി ചൊക്ലി ഉപജില്ലാ അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് വിവിധ സ്കൂളുകളിൽ നിന്നും ഫണ്ട് സ്വീകരിച്ചത്. സ്കൂളുകളിലെ കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ കൈകോർത്തതോടെ ഇപ്പോൾ 18,57,552 രൂപ സ്വരൂപിക്കാനായി. ദൈവിക് ചികിത്സാ സഹായ കമ്മിറ്റി രക്ഷാധികാരി കൂടിയ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ തുക ഏറ്റുവാങ്ങി. മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ അക്കാദമിക് കൗൺസിൽ ഭാരവാഹികളെ സ്പീക്കർ അഭിനന്ദിച്ചു. ചികിത്സയ്ക്ക് വേണ്ടിയാണ് പന്നിന്നൂരിലൊരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ ജനകീയ കമ്മിറ്റി ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചൊക്ലി സബ് ജില്ലാ കമ്മിറ്റിയാണ് കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ഇന്ന് ഈ ഫണ്ട് സ്വരൂപിച്ചത്. അത് ദൈവിക്കിൻ്റെ ചികിത്സാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഏറ്റുവാങ്ങുകയാണ്. ഇതിന് മുൻകൈയെടുത്ത അധ്യാപകരെയും രക്ഷിതാക്കളെയും കുട്ടികളെയും എല്ലാം കേരള നിയമസഭയുടെ സ്പീക്കർ നൽകി അഭിനന്ദിക്കുകയാണ്. അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി K രമേശൻ, HM ഫോറം സെക്രട്ടറി CB അജേഷ്, ട്രഷറർ B പ്രദീപ്, വൈസ് പ്രസിഡന്റ് VP രാജീവൻ, CC നിഷാനന്ദ്, KP രഞ്ജിത്ത്, ദൈവിക് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായ PTK പ്രേമൻ, ബൈജു ഭാസ്കർ, പ്രദീപ് കുമാർ, CK ലിജേഷ്, P രതിൽ എന്നിവരും സംബന്ധിച്ചു. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായ എല്ലാ സ്കൂളുകളെയും അഭിനന്ദിക്കുന്നതായി അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി K രമേശൻ പറഞ്ഞു. ചൊക്ലി സബ് ജില്ലയിലെ അക്കാദമിക് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ചൊക്ലി സബ് ജില്ലയിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അവരുടെ എല്ലാം ശ്രമഫലമായി ദീപിക്കിൻ്റെ ചികിത്സാ സഹായത്തിലേക്ക് 18,57,552 രൂപ പിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു. അതാണ് ഞങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറെ ഏൽപ്പിക്കുന്നത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.